വളരെ ഗുരുതരമായ കുറ്റകൃത്യമാണ് ശ്രീ IC ബാലകൃഷ്ണൻ ചെയ്തിട്ടുള്ളത്. IC ബാലകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കന്മാർ നടത്തിയിട്ടുള്ള വലിയ രൂപത്തിലുള്ള തട്ടിപ്പ് നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. ശ്രീമാൻ NM വിജയൻ്റെ മരണത്തിലേക്ക് നയിക്കുന്ന നിലയിലേക്കുള്ള വലിയ തട്ടിപ്പാണ് കോൺഗ്രസ് നേതാക്കന്മാർ നടത്തിയത് എന്ന് നമുക്കറിയാം. ഇത് സംബന്ധിച്ച് വിജിലൻസ് വളരെ കൃത്യമായി പരിശോധന നടത്തി. വിവിധ ഉദ്യോഗാർത്ഥികളിൽ നിന്നും സഹകരണ ബാങ്കുകളിലേക്ക് നിയമനം നൽകാമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ടാണ് കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയത്. ഇതിനെ സംബന്ധിച്ച് വിജിലൻസ് കൃത്യമായ അന്വേഷണം നടത്തുകയും വിജിലൻസിൻ്റെ അന്വേഷണ രീതിയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. പ്രാഥമികമായി ഒരു വിഷയം ഉയർന്നു വന്നാൽ പരിശോധിക്കും. അതിൽ കയമ്പുണ്ട് എന്ന് കണ്ടെത്തിയാൽ മാത്രമാണ് FIR ഇട്ട് നിയമപരമായ മറ്റ് നടപടികളിലേക്ക് കടക്കുക. പ്രാഥമിക എൻക്വയറിയിൽ കേസെടുക്കണമെന്ന നിർദ്ദേശം വിജിലൻസ് DYSP നൽകിയതിനെ തുടർന്ന് നിയമോപദേശം ഉൾപ്പെടെ തേടിക്കൊണ്ടാണ് ഇപ്പോൾ വിജിലൻസിൻ്റെ കേസ് FIR ഇട്ട് കേസിലേക്ക് കടന്നിരിക്കുന്നത്. FIR ഇട്ട് കേസെടുത്ത് ഒന്നാം പ്രതി ആയി ചേർക്കപ്പെട്ട സാഹചര്യത്തിൽ IC ബാലകൃഷ്ണൻ MLA സ്ഥാനം രാജിവെക്കണം എന്നതാണ് CPM ആവശ്യപ്പെടുന്നത്. ഇനി MLA സ്ഥാനത്ത് തുടരാൻ അദ്ദേഹത്തിന് യാതൊരു അർഹതവുമില്ല. കാരണം ഇത് ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ്. അതോടൊപ്പം തന്നെ രണ്ടുപേരുടെ ജീവൻ നഷ്ടപ്പെടുന്ന നിലയിലേക്ക് നയിച്ചിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. തട്ടിപ്പ് മാത്രമല്ല, ജീവൻ കൂടെ നഷ്ടപ്പെടുന്ന നിലയിലേക്ക് നയിച്ചുള്ള സംഭവം കൂടിയാണ്. കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവായിരുന്ന 5 പതിറ്റാണ്ട് കാലം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച DCCയുടെ ട്രഷറർ NM വിജയൻ അദ്ദേഹത്തിൻ്റെ മകന് വിഷം നൽകിയതിന് ശേഷമാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. ശ്രീമാൻ NM വിജയൻ്റെ കത്തിൽ വളരെ കൃത്യമായി എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നത്, ജീവൻ കളയേണ്ടി വന്നത് എന്നതിനെ സംബന്ധിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. അദ്ദേഹം ആരിൽ നിന്നെല്ലാം പണം വാങ്ങി, ആർക്കാണ് ആ പണം നൽകിയത് എന്നത് സംബന്ധിച്ചെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. ശ്രീമാൻ NM വിജയൻ്റെ കത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിവിധ ഉദ്യോഗാർത്ഥികളിൽ നിന്നും പണം വാങ്ങാൻ IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ പണം വാങ്ങിയത് എന്നും ആ വാങ്ങിയ പണമെല്ലാം IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ ഏൽപ്പിക്കുകയും ചെയ്തു എന്ന് അദ്ദേഹം ആ കത്തിൽ വിശദീകരിക്കുന്നുണ്ട്. KPCC നേതൃത്വത്തെ അദ്ദേഹം ആ പണം തിരിച്ചു കിട്ടാൻ വേണ്ടി പലതവണയായി സമീപിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള തട്ടിപ്പുകാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. അപ്പോൾ അതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ 2 ജീവൻ കൂടെ പൊലിയുന്ന സാഹചര്യത്തിലേക്ക് നയിച്ചിട്ടുള്ള തട്ടിപ്പാണിത്. അതുകൊണ്ട് തന്നെ ഇതിൽ കേസെടുക്കപ്പെട്ട സാഹചര്യത്തിൽ അദ്ദേഹം അടിയന്തരമായി രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ശക്തമായ പക്ഷവും CPIM നടത്തും. ആ നിലയിൽ രാജിവെച്ചൊഴിയാൻ അന്വേഷണത്തെ നേരിടാനാണ് IC ബാലകൃഷ്ണൻ തയ്യാറാവേണ്ടത്. ഇതിലിപ്പോൾ IC ബാലകൃഷ്ണനും കോൺഗ്രസും പറയുന്ന ഒരു വാദം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ CPM ടൂളായിട്ട് വിജിലൻസ് പ്രവർത്തിക്കുകയാണ് ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങളാണ്. ശ്രീമാൻ അതെ ശ്രീമാൻ NM വിജയൻ CPIMൻ്റെ നേതാവായിരുന്നില്ല. അദ്ദേഹം കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹത്തിൻ്റെ കത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് വിജിലൻസ് പരിശോധിച്ചത്. ആ കത്തിൽ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് വിജിലൻസ് കൃത്യമായി പരിശോധിച്ചു, തെളിവുകൾ ശേഖരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നിലയിൽ കേസെടുത്തിരിക്കുന്നത്. നമ്മൾ കാണേണ്ടത് ശ്രീമാൻ NM വിജയൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റൊരു കേസ് നടക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം IC ബാലകൃഷ്ണൻ ഒന്നാം പ്രതിയാണ്. അതിൽ ആ കേസിൽ അദ്ദേഹം ഒന്നാം പ്രതിയായിക്കൊണ്ട് അന്വേഷണം നടക്കുന്നു. അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ജാമ്യമെടുത്താണ് അദ്ദേഹം ഇപ്പം പുറത്ത് നിൽക്കുന്നത്. ഈ വിഷയത്തിലും NM വിജയൻ ഉന്നയിച്ച കാര്യങ്ങളാണ്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ, NM വിജയൻ മാത്രമല്ല, ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പോലീസിലെല്ലാം ഞങ്ങളിൽ നിന്നും പണം വാങ്ങിയതിനെ സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ വസ്തുതകളും പരിശോധിച്ചുകൊണ്ടാണ് വിജിലൻസ് കേസെടുക്കുന്നത്. വിജിലൻസ് പൊടുന്നനെ അങ്ങ് കേസെടുക്കുകയല്ല ചെയ്തിട്ടുള്ളത്. നിരവധിയായ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് പരിശോധനകൾ നടത്തിക്കൊണ്ട് പ്രാഥമികമായ എൻക്വയറി നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് കുറച്ച് നേരത്തെ തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിനെ സംബന്ധിച്ച് വിശദമായ നിയമോപദേശം ഉൾപ്പെടെ തേടി എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ടാണ് വിജിലൻസ് കേസെടുത്തിരിക്കുന്നത്. വിജിലൻസിൻ്റെ ഒരു നടപടിക്രമം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് ഇതിൽ വസ്തുതാപരമായ കാര്യമാണ്. NM വിജയൻ്റെ കുടുംബം ആ വിഷയത്തെ സംബന്ധിച്ച് പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന ആരോപണം ഉന്നയിച്ചു കൊണ്ടുവന്നും രക്ഷപ്പെടാമെന്ന് കോൺഗ്രസ് നേതാക്കന്മാരോ IC ബാലകൃഷ്ണനോ കരുതേണ്ടതില്ല. 2 ജീവനുകൾ കൂടെ പൊലിയുന്ന നിലയിലേക്ക് നയിച്ചിട്ടുള്ള വലിയ തട്ടിപ്പാണ്. അതിന് ഇവർ മറുപടി പറയേണ്ടി തന്നെ വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, ഇപ്പോൾ നമ്മൾ കാണേണ്ടത് ശ്രീമാൻ NM വിജയൻ്റെ
കുടുംബം നേരത്തെ പറഞ്ഞ പണം 65 ലക്ഷമോ മറ്റോ ഇപ്പം കോൺഗ്രസ് അടച്ചു എന്നുള്ള നിങ്ങളുടെ മാധ്യമങ്ങളിൽ നിന്നുള്ള വാർത്തയിൽ കേൾക്കുകയുണ്ടായി. എന്തിനാണ് അവരടച്ചിട്ടുള്ളത്? അവർ ആദ്യം അടയ്ക്കില്ല എന്ന് പറഞ്ഞു, പിന്നെ അടച്ചത് എന്തുകൊണ്ടാണ്? അത് അവർക്ക് വേണ്ടി കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ പണം അദ്ദേഹത്തിന് വായ്പ എടുക്കേണ്ടി വന്നത് എന്നത് അദ്ദേഹം കത്തിൽ സൂചിപ്പിച്ചു. ആ കുടുംബം പറഞ്ഞു അത് ശരിവെക്കുന്ന നിലയിലാണല്ലോ ആ കോൺഗ്രസിന് ഏറ്റവും ഒടുവിൽ ഗത്യന്തരമില്ലാതെ വലിയ പ്രതിഷേധം ഉയർന്നു വന്ന ഘട്ടത്തിൽ കുടുംബം ഉൾപ്പെടെ ആത്മഹത്യാ ശ്രമം നടത്തേണ്ടി വന്ന ഘട്ടത്തിൽ ആ പണം കോൺഗ്രസ് അടക്കേണ്ടി വന്നല്ലോ. അപ്പോൾ ആ തട്ടിപ്പിൻ്റെ പണമാണ് എന്ന് അവർ സമ്മതിക്കുകയാണല്ലോ യഥാർത്ഥത്തിലുണ്ടായത്. അതുകൊണ്ട് ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന ആരോപണം കൊണ്ടൊന്നും രക്ഷപ്പെടാൻ ഇവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് അടിയന്തരമായി കോൺഗ്രസിൻ്റെ നേതൃത്വം ഇടപെട്ടുകൊണ്ട് IC ബാലകൃഷ്ണൻ രാജിവെപ്പിക്കാൻ ആവശ്യമായ നിലപാടാണ് സ്വീകരിക്കേണ്ടത്. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിനും ഇതിൽ ബാധ്യതയുണ്ട് ഈ കാര്യത്തിൽ മറുപടി പറയാൻ. കാരണം NM വിജയൻ നേരത്തെ തന്നെ ഈ വിഷയങ്ങളെല്ലാം സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നിലപാടും സ്വീകരിക്കാത്ത നിലയാണല്ലോ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം സ്വീകരിച്ചത്. അതുകൊണ്ട് സംസ്ഥാന നേതൃത്വം ഈ കാര്യത്തിൽ പ്രതികരിക്കാൻ വേണ്ടി തയ്യാറാവേണ്ടതുണ്ട്.